കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ കുടുംബശ്രീ ശാരദ എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം. എപ്പിസോഡ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. നമ്മുടെ ശ്യാമയെ അന്വേഷിച്ച് പോകുന്നതും വിഷ്ണുവും കൂടെ അന്വേഷിച്ച് പോകുന്നത്. അങ്ങനെ നമ്മുടെ ശ്യാമ വീട്ടിലെത്തുന്ന സീനിലൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമയോട് പിന്നെ ശാലിനിയും പിന്നെ നമ്മുടെ ടീച്ചറമ്മ ഇങ്ങനെ പറയുകയാണ്, ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. അപ്പോൾ അവൾ ആവർത്തിക്കത്തില്ലെന്ന് വാക്ക് കൊടുക്കുകയാണ്. ഇതേ സമയം നമ്മുടെ വിഷ്ണു വീട്ടിൽ ചെല്ലുന്ന രാഘവനാണെങ്കിൽ ഉറങ്ങാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, തൻ്റെ മകൻ വരുന്നതും കാത്ത്. അങ്ങനെ വിഷ്ണു വന്നപ്പോൾ ചോദിക്കുന്നു, ശ്യാമയെ കിട്ടിയെന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നത് ടീച്ചറമ്മയുടെ അടുത്തുണ്ടെന്ന് പറയുന്നു. അതോ പപ്പിമോട് ഭയങ്കര കരച്ചിലാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക, അവിടെ കൊണ്ടുവിടാൻ പറയുന്നു. അപ്പോൾ ഓക്കെ, കൊണ്ടുവിടാം. അപ്പോൾ സത്യഭാമ അതിനെല്ലാം എതിർക്കുകയാണ്, നീ പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം, ആ വീടിൻ്റെ അകത്ത് പോലും കയറാൻ പാടില്ല എന്നൊക്കെ താക്കീത് കൊടുക്കുകയാണ്. അങ്ങനെ വിഷ്ണു പപ്പിമോളെയും കൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ മോള് ചോദിക്കുന്നത് എന്താ അമ്മയ്ക്ക് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പറയുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല മോളെ, അമ്മ അവിടെ ഉണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ മോളെയും കൊണ്ട് പോവുകയാണ്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ശ്യാമയാണെങ്കിൽ അവിടെ ഭയങ്കര ബഹളം. അതുപോലെ സത്യയാണെങ്കിൽ ബെഡിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്, തൻ്റെ അച്ഛനെ പറ്റി ഒന്ന് കാണാൻ പറ്റിയിരുന്നതിൽ ഇവർക്ക് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്. തനിക്ക് ഇത്ര നാളായിട്ടും തൻ്റെ അച്ഛന്ന് വിളിക്കാനുള്ള ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സത്യ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആണ് നമ്മുടെ വിഷ്ണു പപ്പിമോളെയും കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ മോളെ കൊടുത്തു. അങ്ങനെ ടീച്ചറമ്മ പറയുന്നു, നിങ്ങൾ ഇനിയും ഇങ്ങനെ ആയാൽ ശരിയാകുമ്പോൾ നിങ്ങൾക്കൊരു കുടുംബജീവിതം വേണ്ട, എന്താണ് നിങ്ങളിങ്ങനെ ഇനി എപ്പോഴാണെന്നൊക്കെ പറയുന്നു. അപ്പം നിങ്ങൾ ഇന്ന് തന്നെ ഒരു തീരുമാനം പറയാൻ പറയുന്നു. അങ്ങനെ ടീച്ചറമ്മ അകത്തേക്ക് പോകുന്നു. അപ്പോൾ ശാലിനിയും വിഷ്ണു ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ വിഷ്ണു പറയും, നിനക്കറിയാലോ എൻ്റെ പ്രശ്നങ്ങൾ, ഈ പ്രശ്നത്തിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ ഒരുമിച്ച് വന്ന് കേട്ടാൽ പിന്നെ അമ്മയ്ക്ക് അത് മതിയെന്ന് പറയുന്നു. അപ്പം നമ്മുടെ ശാലിനി പറയുന്നു, പ്രശ്നങ്ങൾ തീർന്നിട്ട് നമുക്ക് ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ സങ്കടത്തോടെ പറയുകയാണ്. എന്തായാലും വിഷ്ണുവേട്ടൻ പൊക്കോളൂ, ഞാൻ എന്തായാലും കാത്തിരിക്കാൻ റെഡിയാണെന്ന് പറയുന്നു. അങ്ങനെ വിഷ്ണു പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്തേക്ക് നിന്നിട്ട് ജീപ്പിൻ്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, എല്ലാ പ്രശ്നത്തിനും താൻ തന്നെയാണ് കാരണം താനൊരു തീരുമാനം എടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നുള്ള രീതിയിൽ നിൽക്കുന്നത്. പുറകിൽ നിന്ന് അച്ഛാന്നൊരു വിളി കേൾക്കുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ സത്യമോളാണ്. സത്യമോൾ ഓടി വന്ന് വിഷ്ണുവിനെ കെട്ടിപ്പിടിക്കുകയാണ്, അച്ഛ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ പറയുന്നു, അങ്ങനെ അമ്മ എന്നോട് എല്ലാ സത്യങ്ങളും പറഞ്ഞെന്ന് പറയുന്നു. അങ്ങനെ കുറേ ഉമ്മയൊക്കെ കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. വിഷ്ണു ഒത്തിരി കരയുന്നു. ആ സമയത്ത് തന്നെ ശാലിനി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ എന്നിട്ട് പറയുന്നു, ഞാൻ സത്യഭാമയുടെ മുമ്പിൽ നിന്ന് അച്ഛനെ അച്ഛാന്ന് വിളിക്കില്ല, അച്ഛന് ദോഷം വരുന്നൊന്നും ഞാൻ ചെയ്യില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമാവുന്നു. അങ്ങനെ മോളെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന സമയത്ത് ശാലിനി അങ്ങോട്ടേക്ക് വരുന്നു. അങ്ങനെ ശാലിനിയും പിഴിയുന്നു. ടീച്ചറമ്മ ഇതെല്ലാം കാണുന്ന സന്തോഷത്തോടു കൂടി അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ പപ്പിമോളും വരികയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ പപ്പിമോള് വിഷ്ണുവിൻ്റെ മകൾ തന്നെയാണല്ലോ, അത് അവർക്ക് അറിയാമല്ലോ. അങ്ങനെ രണ്ടുപേരെ എടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. ഉമ്മ കൊടുത്തിട്ട് താഴെ നിർത്തുകയാണ്. അപ്പം സത്യമോള് പറയുന്നുണ്ട്, അച്ഛൻ നാളെ ഇടയ്ക്ക് വരണമെന്ന് പറയുന്നു, വരാമെന്ന് പറയുന്നു. അങ്ങനെ വിഷ്ണു അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇപ്പുറത്താണെങ്കിൽ ശ്യാമ അവിടെ കിടന്ന് ഭയങ്കര ബഹളം. ശ്യാമ ഫുഡ് കഴിക്കുന്നില്ല, മോളെ കാണണ്ട, അങ്ങനെ എല്ലാവരോടും വഴക്കാകുന്നു. അങ്ങനെ മോള് ശാലിനി പറയുന്നു, മോൾ ഇന്ന് എൻ്റെ കൂടെ കിടന്നോളാൻ പറയുന്നു. അങ്ങനെ രണ്ട് മക്കളെയും കെട്ടിപ്പിടിച്ച് ശാലിനി ഇങ്ങനെ കിടത്തി ഉറക്കുകയാണ്. അതായിരുന്നു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചറമ്മ അവരുടെ വീടിൻ്റെ ആധാരം രാഘവൻ നായരുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പോൾ ആ കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് രാഘവൻ നായരോട് പറയുന്നു, എനിക്കിത് മാത്രമേ ചെയ്തു തരാൻ പറ്റത്തുള്ളൂ, എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ, അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്തോളാൻ പറയുന്നു. ഇത് നമ്മുടെ സത്യഭാമ മുകളിൽ നിന്ന് കേൾക്കുകയാണ്. അവർക്ക് അത് മതിയല്ലോ കലികൾ. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഔദാര്യമൊന്നും വേണ്ട, നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് അത് മേടിച്ചാൽ ഞാൻ പിന്നെ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമായിരിക്കും, ഞങ്ങൾ വഴിയിൽ ഇറങ്ങിപ്പോയാലും കുഴപ്പമില്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നു. അപ്പം നാളെയും നല്ല അടിപൊളിയായ എപ്പിസോഡാണ്, എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.